നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ KSRTCയെയും ഗതാഗത വകുപ്പിനെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഗണേഷ് കുമാർ. എന്നാലും തിരിച്ചടികൾ പല രീതിയിലാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ പല RTO ഓഫീസുകൾ കേന്ദ്രീകരിച്ചും വലിയ തോതിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ പുറത്തുവിടുകയാണ്. അങ്ങനെ നടക്കുന്ന വലിയ തട്ടിപ്പിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങളാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഗണേഷ് കുമാർ പറഞ്ഞതനുസരിച്ച് മലപ്പുറം ജില്ലയിലെ തിരൂർ RTO ഓഫീസിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ടാക്സ് വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ടാക്സ് അടച്ചെന്ന് വരുത്തി തീർത്ത് പണം വെട്ടിച്ച് കൈക്കലാക്കി തട്ടിച്ചു കൊണ്ടുപോകുന്ന വലിയൊരു കുറ്റകൃത്യമാണ് RTOയുടെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നതെന്ന് വേണം സംശയിക്കാൻ. അധികാരികൾ അറിയാതെ ഇങ്ങനെ വലിയൊരു തട്ടിപ്പ് നടക്കുമോ എന്ന ചോദ്യമാണ് ആദ്യം തന്നെ ഉയർന്നു കേട്ടത്. 5 ലക്ഷം രൂപയുടെ മുകളിലുള്ള വെട്ടിപ്പാണ് നടന്നതെങ്കിൽ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ആരും തന്നെ ഇനി സർക്കാർ ശമ്പളം വാങ്ങി വീട്ടിലിരിക്കേണ്ട എന്നുള്ള നിലപാട് തന്നെയാണ് അദ്ദേഹം ശക്തമാക്കിയിരിക്കുന്നത്, കർശനമാക്കിയിരിക്കുന്നത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരൂർ RTO ഓഫീസിലെ മുഴുവൻ ജീവനക്കാരെയും അടുത്ത ജില്ലയിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. കർശനമായ നടപടി തന്നെയായിരിക്കും സ്വീകരിക്കുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇനി മേലാൽ ആവർത്തിക്കാൻ പാടുള്ളതല്ല. തിരൂര് മാത്രമല്ല, മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള പല ഓഫീസുകളിലും ഇതുപോലെ വലിയൊരു തട്ടിപ്പ് സംഘം തന്നെ പ്രവർത്തിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഇങ്ങനൊരു സംശയം തന്നെയാണ് തങ്ങൾക്കുള്ളത്. അതിൻ്റെ സമഗ്രമായൊരു അന്വേഷണം നടത്തിയായിരിക്കും ഇനി മുന്നോട്ട് പോകുന്നത്. കമ്പ്യൂട്ടറൈസ് ആയതുകൊണ്ട് തന്നെ ക്രമക്കേടുകൾ കണ്ടെത്താൻ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇതിൻ്റെ ചെറിയ നൂലാമാലകൾ കണ്ടെത്തി തന്നെയാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ ഇവർ അവലംബിച്ചിരിക്കുന്നത്. ഇനി അങ്ങനെ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ല എന്നുള്ള താക്കീത് തന്നെയാണ് ഗണേഷ് കുമാർ നൽകിയിരിക്കുന്നത്. 5 ലക്ഷം രൂപയിൽ കൂടുതൽ നഷ്ടം സർക്കാരിന് വരുത്തിയവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ കാരണക്കാരായ ഒരൊറ്റ ഉദ്യോഗസ്ഥൻ പോലും ഇനി സർവീസിൽ ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരെ പിരിച്ചുവിടുമെന്ന കാര്യം ഉറപ്പാണെന്നും മന്ത്രി തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഒരുപാട് കാലത്തേക്ക് സസ്പെൻഷൻ നൽകുന്നതിനേക്കാൾ നല്ലത് അവർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ച് ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുത്തുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതം. കാശ് കൊടുത്ത് വീട്ടിൽ ഉണ്ണാനൊന്നും സമ്മതിക്കില്ല എന്നുള്ള ഒരു നടപടി തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. വലിയ ക്രമക്കേട് നടത്തുന്നവരെ വീണ്ടും തിരിച്ചു കയറ്റിയാൽ അവർ വീണ്ടും കുഴപ്പം സൃഷ്ടിക്കുകയാണ്. പുറത്തറിയാത്ത രീതിയിൽ ക്രമക്കേടുകൾ നടത്താൻ ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കുമെന്നും മന്ത്രിയുടെ വാക്കുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. അങ്ങനെ ആരെയും ഇനി സർക്കാർ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഗണേഷ് കുമാർ നൽകുന്നത്. എന്നാൽ മറുഭാഗത്ത് ഗണേഷ് കുമാർ തന്നെ പറയുന്ന മറ്റൊരു വിഷയം, വലിയ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് KSRTC കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിരൂക്ഷമായൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് നീങ്ങുന്നു. എന്തിനേറെ പറയുന്നു, വായ്പ പോലും കിട്ടാത്തൊരു സ്ഥിതിയായിരിക്കുന്നു. സമ്പൂർണ്ണ ചിലവ് ചുരുക്കൽ നടപ്പിലാക്കി മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ കഴിയൂ. KSRTCയിൽ ശമ്പളം സമയബന്ധിതമായി കൊടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. അത് ഏകീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം നടത്തുന്നത്. ചിലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ലാഭമല്ലാത്ത പല റൂട്ടുകളും ഒരുപക്ഷെ റദ്ദാക്കേണ്ടി വരും. KSRTCക്ക് ഒരു ലോൺ പോലും കിട്ടാത്ത അവസ്ഥ. ആദ്യഘട്ടമെന്ന നിലയിൽ സമ്പൂർണ്ണ ചെലവ് ചുരുക്കി വേണം ഇനി മുന്നോട്ട് നീങ്ങേണ്ടത്. സിറ്റിയിൽ മാത്രം ഒരു ദിവസം 86,000 രൂപയുടെ ഡീസൽ ലാഭിക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസുകളെ ബാധിക്കാതെയാണ് അനാവശ്യ ഓട്ടങ്ങൾ റദ്ദാക്കിയിരിക്കുന്നത്. ശമ്പളം, പെൻഷൻ എന്നീ കാര്യത്തിൽ ധനവകുപ്പുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിക്കുന്നത്. പെട്രോളിനും ശമ്പളത്തിനുമുള്ള വരുമാനമില്ലാത്ത ബസ്സുകൾ പോലുമുണ്ട്. അന്തർ സംസ്ഥാന സർവീസുകൾ ഉൾപ്പെടെ ഇങ്ങനെ റദ്ദാക്കി മാത്രമേ മുന്നോട്ട് കുതിക്കാനായി സാധിക്കൂ. അല്ലെങ്കിൽ ഒരു തരത്തിലും ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകും.